എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി മതി ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതെൻ്റെ അമ്മൂമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചക്കക്കുരു മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചക്കക്കുരു തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും 3 പച്ചമുളകും 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പോളം വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ചെറുതീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്കക്കുരു അതുപോലെ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. നല്ല ഉണങ്ങിയ തേങ്ങാക്കൊത്താണ് ചേർക്കേണ്ടത്. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. 3-4 അല്ലി വെളുത്തുള്ളിയും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. സവാളയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടെ കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ഒരുപാട് സവാള വേണ്ട നമ്മൾ, കാരണം ചക്കക്കുരു വേവിച്ചപ്പം ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴണ്ടതിന് ശേഷം പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് കൂടുതൽ നിൽക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാലയുടെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കില്ല. തക്കാളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയത് ചേർക്കാവുന്നതാണ്. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നമ്മൾ വേവിച്ച ചക്കക്കുരുവിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊരു കുഴമ്പ് പരുവത്തിൽ ആക്കിയെടുക്കാം. നമ്മുടെ ചക്കക്കുരു മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കുഴമ്പ് പരുവത്തിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചക്കക്കുരു ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ ഒരു കറി മതി ചോറ് കഴിക്കാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അവസാനം കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അത് വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്